ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇവർക്കും നമ്മുടെ ചാനലിന്റെ അഡ്വാൻസ് ക്രിസ്മസ് ദിനാശംസകൾ നേരുകയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ ക്രിസ്മസ് സിനിമകളുടെ തിരക്കിലാണല്ലോ. മോളിവുഡിലെ ആദ്യ ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിലൊന്നായ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്കോ എന്ന സിനിമയാണല്ലോ ഇപ്പോൾ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇന്നത്തോടെ 45 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് നേരത്തെ ട്രാക്കേഴ്സ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ വ്യക്തമായതാണ്. ആ റിപ്പോർട്ട് ശരിവയ്ക്കുകയാണെങ്കിൽ നാളെ ക്രിസ്മസ് ദിനത്തിലെ കളക്ഷനോടെ മാർക്കോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേറെ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ രണ്ടാമത്തെ 50 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാർക്കോ എന്ന സിനിമ മാറുകയാണ്. അതിലുപരി സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്തെന്നാൽ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ക്രിസ്മസ് ദിനത്തിൽ തന്നെ തിയേറ്ററുകളിൽ 50 കോടിയിലേറെ കളക്ഷൻ കടക്കുന്നു എന്നതാണ്. ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലെ വിമർശനങ്ങളെല്ലാം തന്നെ ഏറ്റുവാങ്ങിയ ഉണ്ണി മുകുന്ദനെ പോലൊരു നടൻ അർഹതയുള്ള ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇതിനിടയിൽ നാളെ നമ്മുടെ ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ബറോസ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയ്ക്ക് ഭീഷണിയാണോ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. ഇക്കാര്യത്തിൽ നമ്മുടെ നിരീക്ഷണം എന്തെന്നാൽ നിലവിൽ ബറോസ് എന്ന സിനിമയ്ക്ക് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ ഒരു ഭീഷണിയുമല്ല. മാർക്കോയ്ക്ക് ബറോസും ഭീഷണിയല്ല. തികച്ചും എക്സ്ട്രീം 2 വിഭാഗത്തിൽ പെടുന്ന ജോണറുകളിൽ പെടുന്ന സിനിമകളാണ് 2 സിനിമകളും. ആ 2 സിനിമകൾക്കും വ്യത്യസ്ത ഓഡിയൻസ് ആണുള്ളത്. ബാക്കിയെല്ലാം തന്നെ ബറോസിന്റെ നാളത്തെ അഭിപ്രായങ്ങൾ വന്നതിന് ശേഷം പറയാം. ഇതിനിടയിൽ ബറോസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇനി സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കാനായിട്ട് വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ മുൻ സിനിമകൾക്ക് നൽകിയതിനേക്കാൾ വലിയൊരു പ്രൊമോഷൻ സിനിമയ്ക്കായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും വലിയൊരു ഹൈപ്പൊന്നും തന്നെ സിനിമ നേടിയെടുത്തിട്ടില്ല. എന്നാൽ അതേസമയം വളരെ മികച്ചൊരു ബുക്കിംഗ് സിനിമ ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നേടിയെടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. 3000-ലധികം ടിക്കറ്റുകളെല്ലാം തന്നെ BMSലൂടെ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. നേരെപ്പോലെ അതിരാവിലെ ഷോസ് ഇല്ലാതെയാണ് ബറോസ് എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിക്കുന്നത്. രാവിലെ 9:30ഓടെയാണ് കേരളത്തിലെ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. സിനിമയ്ക്ക് 2 മണിക്കൂർ 34 മിനിറ്റാണ് ദൈർഘ്യം. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12:30 1 മണി റേഞ്ചിൽ ബറോസിന്റെ ആദ്യ പ്രതികരണങ്ങൾ യഥാർത്ഥ പ്രതികരണങ്ങൾ വന്നു തുടങ്ങും. എന്തായാലും ബറോസിന്റെ ആദ്യ പ്രതികരണങ്ങൾ കേരളത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നാണ് കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. മറ്റ് പല മേഖലകളിൽ നിന്ന് ഇതിനോടകം തന്നെ സിനിമയുടെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സിനിമാ പ്രേമികളുടെ പേരിൽ ലാലേട്ടനും ബറോസിനെല്ലാം തന്നെ ആശംസകൾ നേരുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങൾ നാളെ അറിയാനായിട്ട്.